അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ള ബ്രെഡ് ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ്. ഞാനിവിടെ ഒരു 7 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് കൊടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ഗുലാബ് ജാമുൻ തയ്യാറാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഉൾഭാഗത്ത് നല്ല വൈറ്റ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് പാൽ ചേർത്ത് കുഴച്ചെടുക്കരുത്. അങ്ങനെ കുഴച്ചെടുത്താൽ നമ്മളിത് ഓയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം ശരിക്കും വേകാതെ ഇരിക്കും. അതുകൊണ്ടാണ് പാൽ കുറച്ച് ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചെറിയ ബോൾസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വിള്ളലൊന്നും ഇല്ലാതെ തന്നെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാം ചെറിയ ബോൾസ് ആക്കി ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗുലാബ് ജാമുന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടായി വന്നിട്ടുള്ള ഓയിലിലേക്ക് നമ്മുടെ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗുലാബ് ജാമുൻ ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ നിന്നും ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ഒപ്പം തന്നെ ഷുഗർ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പ് റെഡിയാക്കുമ്പോൾ അതിലേക്ക് ഒരു 3 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചൂടോടുകൂടെ തന്നെ നമ്മുടെ ഗുലാബ് ജാമുൻ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ അതിലിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 30 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുന് ഈ ഷുഗർ സിറപ്പൊക്കെ അബ്സോർവ് ചെയ്ത് കണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.